പിന്നെ പടം ഒരു സസ്പെൻസ് രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താവുന്നുള്ളത് നമ്മൾ എക്സൈറ്റഡ് ആണ്. അതായത് വിനായകനും മമ്മൂട്ടിയും കൂടെ ഒന്നിക്കുന്ന ആ ഒരു ഇന്റർവൽ പഞ്ചിലാണ് നമ്മളെ ഹരം പൊളിച്ച് നിർത്തിയേക്കുന്നത്. മമ്മൂട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ല, അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ഇതിനകത്ത് ഒരു സീരിയൽ കില്ലിംഗ് മോഡിലാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ ഓരോ ഫീമെയിൽ ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ അടുത്ത് നമ്മൾ മമ്മൂട്ടിയുടെ ഓരോരോ രീതിയിലുള്ള എക്സ്പ്രഷൻസ് അഭിനയങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അത് തന്നെ ഇങ്ങനെ കണ്ടിരിക്കാം. പിന്നെ വിനായകന്റെ റോളുകൾ വരുന്നുണ്ട്, അത് നമുക്ക് കാണാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഇനി അടുത്ത ഇന്റർവെല്ലിന് ശേഷമുള്ള സീൻസ് എല്ലാം. അത് കാണാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും മമ്മൂട്ടി പൊളിച്ചു. മമ്മൂക്ക ഫസ്റ്റ് ഹാഫ് സൈക്കോ മമ്മൂക്ക ഒരു രക്ഷയില്ല. അതായത് തിയേറ്റർ വാച്ചപ്പ് സാധനമാണ്, ഒരു ഡൗട്ടും ഇല്ല. പിടിച്ചിരുന്നു, ഓരോ സെക്കൻഡും പിടിച്ചിരുന്നു. നല്ല എൻഗേജ്ഡ് ആണ്. കോംബോ അതായത് വിനായകനായിട്ടുള്ള കോംബോ സീൻസ് ഒരു രക്ഷയില്ല. അതായത് മമ്മൂക്കയുടെ ഒപ്പം നിൽക്കുന്നൊരു പ്രതിനായകൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മുകളിലാണ് കാര്യങ്ങൾ. അത് മസ്റ്റ് വാച്ച് തിയേറ്റർ. ഫസ്റ്റ് ഹാഫ് ഇന്റർവെല്ലിൽ കൊണ്ടുവന്നത് പഞ്ച് ഒരു രക്ഷയില്ല. എൻ്റെ ഷോക്കിംഗ് ഇന്റർവെല്ലാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ, ഒരു ഡൗട്ടും ഇല്ല. എന്താണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ഇൻട്രോയും അതിനുശേഷമുള്ള സംഭവങ്ങൾ കണ്ട് ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. തനി വില്ലനിസം, അതായത് അങ്ങനെ ഒരു ഷെയ്ഡുകൾ, ഗ്രേ ഷെയ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ഡാർക്ക് ഷെയ്ഡിലാണ് റോൾ ചെയ്തിരിക്കുന്നത്. അത് സ്പോയിലർ ആണോ എന്ന് അറിയില്ല, പക്ഷെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ട ഇഷ്ടം കുറയുമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഈ സിനിമയിൽ ഇതുവരെയുള്ള സീനുകൾ തന്നെ കണ്ടാൽ തന്നെ മതിയാവും. അതുപോലെ തന്നെ വിനായകനായിട്ട് കണ്ടുമുട്ടുന്ന സീനൊക്കെ വേറെ ലെവൽ സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പാണ്, പക്ഷേ ഓരോ സീനും നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിലാണ് മമ്മൂക്ക പെർഫോം ചെയ്തിരിക്കുന്നത്.